സംസ്ഥാനത്തെ റോഡ് അപകട മരണങ്ങളുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്ത്. റോഡ് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ AI ക്യാമറകൾ സ്ഥാപിച്ച ശേഷവും റോഡ് അപകടങ്ങൾക്ക് കുറവില്ല. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ 1500-ലധികം പേരാണ് വാഹനാപകടത്തിൽ മരിച്ചത്. സലിം മാലിക് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ കണക്കുകൾ, അതായത് സംസ്ഥാനത്ത് നിരത്തിൽ പൊലിയുന്ന ജീവനുകളുടെ കണക്ക് അങ്ങേയറ്റം സങ്കടപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമാണ്. AI ക്യാമറ വന്നതിന് ശേഷം ഈ അപകടങ്ങൾ കുറയും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യമായ കുറവ് മരണക്കണക്കുകളിലില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. ഏറ്റവും അവസാനം ഈ ഔദ്യോഗികമായി ഗതാഗത വകുപ്പ് കണക്കുകൾ ശേഖരിച്ചിരിക്കുന്നത് ഈ വർഷം ഓഗസ്റ്റ് വരെയാണ്. ഓഗസ്റ്റ് വരെ, ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ മാത്രം ശേഖരിച്ചിരിക്കുന്ന കണക്ക് പ്രകാരം 2501 ജീവനുകളാണ് നിരത്തിൽ പൊലിഞ്ഞത്. അതിനുശേഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ, ഡിസംബറിലെ കണക്ക് ഇനി വരുന്നതേയുള്ളൂ. ഇതിനോടകം തന്നെ 1500-ലധികം പേർ മരിച്ചിരിക്കാം എന്നുള്ളതാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന ഒരു കണക്ക്. അങ്ങനെ ഈ വർഷവും ആ കണക്ക് മൊത്തത്തിൽ എടുക്കുമ്പോൾ 4000-ലധികം ആളുകളുടെ ജീവൻ നിരത്തിൽ പൊലിയുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. മാത്രമല്ല 2016 മുതൽ 2024 വരെയുള്ള മരണക്കണക്കുകളാണ് നമ്മൾ ഇപ്പോൾ 24 ശേഖരിച്ചിരിക്കുന്നത്. അതിൽ 2020-21, അതായത് കോവിഡ് കാലത്ത് മാത്രമാണ് ഈ മരണക്കണക്ക് 3000-നും താഴെ വന്നത്. അതല്ലാത്ത എല്ലാ വർഷങ്ങളിലും ആ കണക്ക് ഞെട്ടിക്കുന്നതാണ്, 4000-നും മുകളിലാണ് എന്നുള്ളതാണ്. ഈ വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഔദ്യോഗികമായി ശേഖരിച്ച കണക്കുകൾ പ്രകാരം ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള ദിവസങ്ങളിൽ മാത്രം 32,361 ആക്സിഡൻറ്റുകളാണ് നിരത്തിലുണ്ടായത്. അതിൽ 36,126 പേർക്ക് പരിക്കേൽക്കുകയും 2501 പേർ മരിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷമാകട്ടെ ആകെ 2023-ൽ 48,091 അപകടങ്ങൾ ഉണ്ടാവുകയും 54,320 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ 4,080 പേർ മരിച്ചു എന്നുള്ളതാണ് കണക്ക്. 2022-ൽ 43,910 അപകടങ്ങളിൽ നിന്ന് 49,307 പേർക്ക് പരിക്കേൽക്കുകയും 4,317 പേർ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കണക്കുകൾ ഓരോ തവണയും ഇങ്ങനെ കൂടുന്നതല്ലാതെ കാര്യമായി കുറയുന്നില്ല. ഇടയ്ക്ക് കോവിഡ് കാലത്ത് മാത്രമായിരുന്നു ആ കുറവ് ഉണ്ടായിരുന്നത്. AI ക്യാമറയുമായി ബന്ധപ്പെട്ട് പോലും കൃത്യമായ ഒരു അവബോധം നൽകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി അപകടത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നു എന്നൊരു വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ചും റൂറൽ മേഖലകളിലൊക്കെ AI ക്യാമറയുടെ പ്രവർത്തനം ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട്. ഒരു വാഹനത്തിന് തന്നെ 100 ചെല്ലാൻ വരെ ലഭിച്ചിരിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. അത് ഈ അവബോധത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട AI ക്യാമറ അവബോധവും ഒപ്പം ഗതാഗത വിദ്യാഭ്യാസവും കൃത്യമായി നൽകാതെ ഈ റോഡിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണത്തിൽ കുറവ് വരില്ല എന്നുള്ളൊരു വിലയിരുത്തലാണുള്ളത്. അതുകൊണ്ട് ഒരു സേഫ് ഡ്രൈവിങ്ങിന് വേണ്ട എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, അതല്ലെങ്കിൽ നിരത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് എന്നുള്ളതിൻ്റെയൊക്കെ ആവശ്യകത ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ പറയുകയാണ്. ഉന്മേഷ്, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ